ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് സ്റ്റുഡൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു. അതായത് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്, അതായത് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ പല ആൾക്കാരും പഠിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പം നിങ്ങൾ പഠിക്കുന്നത് പല രീതിയിലായിരിക്കും. കാരണം വെച്ചാൽ എത്രത്തോളം ഓരോരുത്തർക്ക് മെമ്മറി ഉണ്ടാവും, പഠിക്കണം എന്നുള്ള മെമ്മറീസ് ഉണ്ടാവും എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പല സ്റ്റുഡൻസിന്റെ കാറ്റഗറിയാണ്. അപ്പൊ ഞാൻ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നായിട്ട് നോക്കാനായിട്ട് പോകുന്നത്, ഞാൻ പറഞ്ഞത് പല കാറ്റഗറി. നമുക്കിപ്പോ ഒത്തിരി നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഇപ്പൊ ഒരു കുട്ടി നല്ല രീതിയിൽ പഠിക്കുകയാണ്, നല്ല മാർക്കാണ്. ഇപ്പൊ ക്ലാസ്സിൽ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിൽ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടികൾ. ഇപ്പൊ മൈൻഡ് ഡിസ്ട്രാക്ട് ആവാണ്ട് പഠിത്ത കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ അത് വീട്ടിൽ വന്നിട്ട് പുസ്തകം തുറന്ന് നോക്കത്തില്ല. എന്നുവെച്ചാൽ ബുക്ക് വീട്ടിൽ വന്നിട്ട് പുസ്തകം എടുത്ത് പഠിക്കുകയോ അല്ലെങ്കിൽ ബുക്കില് എന്താ പറയാ നോട്ട് നോക്കി പഠിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം നമുക്ക് ക്ലാസ്സിൽ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടികൾ വീട്ടിൽ വന്നും നോക്കേണ്ട ആവശ്യം അവർക്കില്ല. അവർ എക്സാമിന്റെ സമയത്തേക്ക്, ഇപ്പൊ എക്സാമിന് 2-3 ദിവസം മുന്നേ ആയിരിക്കും അവർ പുസ്തകം എടുത്ത് പഠിക്കുക. അല്ലാതെ അവർ ബുക്ക് എടുത്ത് നോക്കത്തില്ല. നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. കാരണം വെച്ചാല് കുട്ടികൾ ബുക്ക് എടുത്ത് പഠിക്കത്തില്ല. ഓരോരുത്തർ നമ്മൾ ക്ലാസ്സിലെ ശ്രദ്ധയാ, വീട്ടിൽ വന്നൊന്നും നോക്കത്തില്ല എന്നൊക്കെ അമ്മമാരൊക്കെ ഇങ്ങനെ കംപ്ലൈന്റ് പറയാറുണ്ട്. ഞാൻ എടുത്തു പറയുന്ന കാരണം വെച്ചാൽ വീട്ടിൽ എന്റെ സിസ്റ്ററും ഇതുപോലെയായിരുന്നു. എന്നുവെച്ചാൽ അവള് വീട്ടിൽ വന്ന ബുക്ക് എടുത്ത് പഠിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പൊ അവള് പറയുകയാണെങ്കിൽ വീട്ടിൽ സ്കൂൾ ക്ലാസ്സിൽ എത്രമാത്രം ശ്രദ്ധിച്ച് ഇരിക്കുന്നോണ്ടായിരിക്കും വീട്ടിലൊന്നും പഠിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ പറയും, "എടി പഠിക്ക് പഠിക്ക്." അവളത് പഠിക്കത്തില്ല. അപ്പോഴാണ് മനസ്സിലായത്, അതായത് അവൾ ക്ലാസ്സിൽ നല്ലപോലെ ശ്രദ്ധിക്കില്ല. എക്സാമിൽ നല്ല മാർക്സ് സ്കോർ ചെയ്യുള്ളൂ. അപ്പം മനസ്സിലാക്കും നമുക്ക് ക്ലാസ്സിൽ നല്ലപോലെ ശ്രദ്ധിക്കുന്ന കുട്ടികൾ വീട്ടിൽ നിന്ന് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അവർക്ക് ആ ഒരു ക്ലാസ്സിൽ നിന്ന് ശ്രദ്ധിക്കുന്ന ഒരു ടീച്ചർമാർ എന്തൊക്കെ പറയാ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറയാ, അതൊക്കെ അവരുടെ മെമ്മറിയിൽ ഫീഡ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ കുട്ടികളാണ്. അപ്പൊ അവര് വീട്ടിൽ നിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവർക്ക് ക്ലാസ്സിൽ ശ്രദ്ധ കൊണ്ട് തന്നെ അവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഇപ്പൊ ചില മാതാപിതാക്കൾ പറയാറുണ്ട്, ക്ലാസ്സിലെ ശ്രദ്ധ മാത്രം പോയി വീട്ടിൽ നിന്ന് കുറച്ചുകൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി മാർക്ക് അവർക്ക് സ്കോർ ചെയ്യാം. പക്ഷെ അവർ അതിന് മെനക്കെടത്തില്ല. ചിലർ ക്ലാസ്സിൽ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കും, വീട്ടിൽ വന്നും പഠിക്കുമ്പോഴാണ് നല്ലപോലെ ടോപ്പ് മാർക്ക് മേടിക്കുന്നത്. ഏറ്റവും ഇപ്പൊ നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ഓരോരുത്തരും നമ്മള് റാങ്ക് ലിസ്റ്റിലൊക്കെ പേര് പറയും, ഇവരെങ്ങനെ ഇത്രമാത്രം മാർക്ക് മേടിക്കുന്നതിനോ, ആർക്കെങ്കിലും ഇത്ര മാർക്ക് കിട്ടുമോ എന്നുള്ളത്. പക്ഷെ കിട്ടും, അത് നമ്മൾ വിശ്വസിക്കണം, കിട്ടും, എല്ലാവർക്കും കിട്ടും. അത് അത്രപോലെ ഹാർഡ് വർക്ക് ചെയ്യുക, ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക, ടീച്ചർ എന്താണോ പറയുന്നത് നമ്മൾ കേട്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ആ ചാപ്റ്റർ തന്നെ വീട്ടിൽ വന്നിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കെന്നല്ല എല്ലാ കുട്ടികൾക്കും അതുപോലെ പറ്റും. പിന്നെ ചില കുട്ടികളുടെ പ്രശ്നം ഞാൻ പറയാം, ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം കുറച്ച് മീഡിയം, അതായത് ഒത്തിരി പഠിക്കത്തില്ല, ഒത്തിരി താഴോട്ടുമല്ല, ഒത്തിരി മുകളോട്ടും അല്ല, അങ്ങനെ നിൽക്കുന്ന കുട്ടികളാണ് അടുത്തത്. അപ്പൊ ആ കുട്ടികൾ എന്ന് വെച്ചാൽ അവര് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടാവാം, പക്ഷെ അവർക്ക് പെട്ടെന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ചിലവര് വീട്ടിൽ ചെന്നിട്ട് ഒന്നും കൂടെ റിവൈസ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ എക്സാം എഴുതുമ്പോൾ എന്താ അവർക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാ എനിക്ക് ഇങ്ങനെ വരുന്നതെന്ന്? അത് ചില കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ചിലവര് ക്ലാസ്സിൽ ശ്രദ്ധിക്കും, വീട്ടിൽ വന്ന് നോക്കി അവർക്ക് നല്ല മാർക്ക് കിട്ടാറുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് മെമ്മറിയിൽ ആ ഒരു ഫീലിംഗ് ഉണ്ട്. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മെമ്മറി തന്നെ അവർക്ക് ഫീൽ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. ചില കുട്ടികൾക്ക് മെമ്മറിയിൽ അത്ര ഫീലിംഗ് വരത്തില്ല. കാരണം ഇവരിപ്പോ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നു, വീട്ടിൽ വന്ന് പഠിക്കുന്നു, എല്ലാം അപ് ടു ഡേറ്റ് ആക്കി വെക്കുന്നു. എക്സാം എഴുതാൻ പോകുമ്പോഴത്തേക്കും അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അത് കുട്ടികളുടെ കുറ്റമല്ല, അവരങ്ങനെയാണ്, അവരുടെ നേച്ചർ അങ്ങനെയാണ്. അപ്പം എല്ലാവർക്കും ദൈവം നല്ല കഴിവുകളും പല രീതിയിലാണ് ദൈവം കഴിവ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പഠിക്കാൻ തന്നെ പല രീതിയിൽ, പല കുട്ടികൾക്ക് പല രീതിയിലാണ് കൊടുക്കുന്നത്. ചിലർക്ക് എന്താ, ഇവർക്ക് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ അത് ഇങ്ങനെ ഫീഡായി നിൽക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ഉണ്ട്. അപ്പൊ ആ കുട്ടികൾക്ക് എന്താ, എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താലും അവർക്ക് അത്രേ സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിന് മേലോട്ട് അവർക്ക് സാധിക്കില്ല. അവരുടെ കപ്പാസിറ്റി അത്രയാണ്, നമ്മൾ അത് ഉൾക്കൊള്ളാന്നാണ് നമ്മളുടെ ഒരു രീതി. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ആവറേജ് സ്റ്റുഡന്റ് ആണ്. ആവറേജ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാല് ക്ലാസ്സിലും ശ്രദ്ധിക്കുന്നുണ്ടാവാം, ചിലർ ശ്രദ്ധിക്കാതെ ഇരിക്കും, ചിലർ ശ്രദ്ധിക്കുന്നുണ്ടാവാം. അപ്പൊ വീട്ടിൽ വന്ന് പഠിക്കുക, കുറെ ഹാർഡ് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ് അവര്. ഹാർഡ് വർക്ക് ചെയ്തിട്ട് പിന്നെ പോയി എക്സാം പോയി എഴുതുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എടുത്തു പറയാനാണെങ്കിൽ ഞാൻ ആ കാറ്റഗറി പെട്ട ആളാണ്. ഞാൻ ആവറേജ് സ്റ്റുഡന്റ് ആണ്. ഞാൻ ഒത്തിരി നന്നായിട്ട് പഠിക്കും എന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. ഞാൻ അത്ര നന്നായിട്ട് പഠിക്കത്തൊന്നുമില്ല. ഞാൻ വീട്ടിൽ വന്ന് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് എക്സാംസിന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഞാൻ അത്ര ടോപ്പ് ലെവലും അല്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ സിസ്റ്ററിനെക്കാട്ടിലും മാർക്സ് ഞാൻ മേടിക്കത്തില്ല. അവളെക്കാട്ടിലും എപ്പോഴും താഴെയാണ് ഞാൻ മാർക്സ് മേടിക്കുന്നത്. കാരണം വെച്ചാല് എനിക്ക് അത് തുറന്നു പറയാൻ എനിക്കും മടിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് നമ്മള് എത്രത്തോളം ഏതൊക്കെ സ്റ്റുഡന്റ് ആണ് നമ്മള്
ഏതൊക്കെ കാറ്റഗറി വരുന്ന സ്റ്റുഡൻസ് ആണ്. നമ്മൾ ഇന്ന് അതല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അപ്പം ഏതൊക്കെ സ്റ്റുഡൻസ് വരുന്നു. അപ്പൊ ഞാൻ ആ ആവറേജ് സ്റ്റുഡൻസ് ആണ്. ഞാൻ ഒത്തിരി ഹൈസ്കൂളിലെ മാർക്സ് എയിം ചെയ്തിട്ടൊന്നുമല്ല ഞാൻ പഠിക്കുന്നത്. ഞാൻ പഠിക്കും, എനിക്ക് അത്തരം മാർക്സ് ആണ് കിട്ടുന്നത്. അപ്പൊ വീട്ടിൽ എന്റെ അച്ഛനായാലും അമ്മയായാലും വീട്ടില് കൂളായിട്ടൊന്നും പറയാനില്ല. പഠിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ അത്രത്തോളം മാർക്സ് അപ്പൊ നമ്മളുടെ ആവറേജ് അതായത് നമുക്ക് ന്റെ കപ്പാസിറ്റി അത്രയും. നമ്മൾ എത്ര പഠിച്ചാലും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കുത്തിയിരുന്ന് തലയും കുത്തിയിരുന്നൊക്കെ പഠിക്കുന്നവർക്ക് മാർക്ക് വളരെ കുറവായിരിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഓ ഇവനൊന്നും പഠിക്കത്തില്ല, പക്ഷെ ഇവന് നല്ല മാർക്കുണ്ട്. ഞാൻ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും എനിക്കെന്താ ഇങ്ങനത്തെ മാർക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെ മെമ്മറി കപ്പാസിറ്റി അതുപോലെയാണ്. ചിലർക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ചിലർക്ക് ടീച്ചർ ഒരു വട്ടം പറഞ്ഞാൽ തന്നെ മൈൻഡിൽ കയറുന്നത്. ചിലർക്ക് നമ്മൾ കണ്ടിട്ടില്ലേ, ഓരോരുത്തർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ടീച്ചർ. 1, 2, 3 എന്നൊക്കെ പറഞ്ഞാലേ അവർക്കത് ഫീൽ ആവത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാല്. അപ്പൊ നമ്മള് ആവറേജ് സ്റ്റുഡൻസ് ആകുമ്പോൾ അവർ തട്ടിയും മുട്ടിയും ഒരിക്കലും അത് ഫെയിൽ ആവത്തില്ല. പക്ഷെ അവര് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അവർക്ക് ആവറേജ് ആയിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അവരിങ്ങനെ കുറച്ചും കൂടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ മെമ്മറിയിൽ അത് അവർക്ക് അത് ഫീഡ് ആയിട്ട് വരുമ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക, അത്രേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നല്ല രീതിയിൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക. നല്ലപോലെ ഇപ്പൊ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ ഹാർഡ് വർക്ക് ചെയ്യുന്നത് എന്താണ് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, രാവിലെ എത്ര മണിക്ക് നമ്മളെ എന്ത് പ്രശ്നം മെമ്മറിയിൽ ഫീഡ് ആവുന്നില്ല. പല കുട്ടികളും ഇങ്ങനെ പറയുന്നുണ്ട്, പഠിച്ചിട്ട് ഓർമ്മ നിൽക്കുന്നില്ല, മെമ്മറിയിൽ ഫീഡ് ആവുന്നില്ല എന്നൊക്കെ. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ആണ്. അതായത് ഒറ്റ സൊല്യൂഷൻ ആണ്. ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം എന്താണ് ആ സൊല്യൂഷൻ എന്നൊക്കെ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക, എന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും നിങ്ങൾക്ക് എത്ര എത്ര സ്റ്റുഡൻസ് ആണ് ഇതുപോലെ ആവറേജ് ടോപ്പർ ഒക്കെ ഉള്ളതെന്നും ഉള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക കേട്ടോ. അപ്പം ഇപ്പൊ ആവറേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ അത്രത്തോളം മാർക്സ് ആണ് സ്കോർ ചെയ്യുന്നത്. ഇനി അടുത്ത കാറ്റഗറിയിൽ വരുന്നത് ആവറേജ് സ്റ്റുഡൻസിനെക്കാട്ടിലും താഴെയാണ്. എന്നുവെച്ചാൽ അവർ പഠിക്കുമ്പോൾ അവർ ജസ്റ്റ് പാസിന്റെ മുകളിലായിട്ടാണ് മാർക്ക് സ്കോർ ചെയ്യുക. അതായത് അവർക്ക് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടാവാം, പക്ഷെ അവർ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യും. ചില കുട്ടികൾ ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ടാവാം, പഠിക്കുന്നുണ്ടാവും, പക്ഷെ അവരുടെ മെമ്മറി കപ്പാസിറ്റി, അതായത് അവർക്ക് ഇപ്പൊ വീട്ടിൽ നിന്നെല്ലാം പഠിച്ചുകൊണ്ട് പോകും, സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് അവരങ്ങ് മറന്നു പോകും. പെട്ടെന്നായിട്ടൊന്ന് മറക്കും. ഇപ്പൊ ഇന്ന് പഠിച്ച കാര്യം 2 ദിവസം കാണും, പിന്നീട് അവരത് മറന്നു പോകും. അങ്ങനത്തെ കുട്ടികളും ഉണ്ട്. ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ട്യൂഷൻ എടുക്കാണെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ട്യൂഷൻ എടുക്കുമ്പോ ആ കൂട്ടത്തില് വരുന്ന കുറെ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ചിലവർക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഒരു വട്ടം പറഞ്ഞു കൊടുത്തു എന്ത് കാര്യമായാലും ശരി, ഇപ്പൊ പ്രൊനൗൺസിയേഷൻ ആയാലും എന്ത് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ അവർ ക്യാച്ച് ചെയ്യാറുണ്ട്. അപ്പൊ രണ്ടാമത്തെ കുട്ടി എന്ന് വെച്ചാല് ഒരു കുട്ടി ആദ്യം തന്നെ ക്യാച്ച് ചെയ്യും. അപ്പൊ രണ്ടാമത്തെ കുട്ടി എന്ന് വെച്ചാല് അവർക്ക് ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, പിന്നെ 2, 3 വട്ടം പറയണം. ചിലവർക്കാണെങ്കിൽ നമ്മൾ ഇരുത്തി പറഞ്ഞ് അത് എന്താണ് എന്നുള്ളത് അവർക്ക് നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതിങ്ങനെയാണ് എടുത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ ചിലർക്ക് മനസ്സിലാവത്തുള്ളൂ. ചിലർക്ക് ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, 2, 3 വട്ടമൊക്കെ പറയണം, എന്നാലേ അവരുടെ മെമ്മറിയിൽ അത് ഫീഡ് ആയിരിക്കത്തുള്ളൂ. ചിലർക്ക് ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞ് ഇന്ന് ഒരു ഓർമ്മയിൽ കാണും, നാളെ ചോദിക്കുമ്പോൾ അത് വീണ്ടും മറക്കും. അപ്പൊ അങ്ങനത്തെ പലതരം കുട്ടികളും ഞാൻ ഡേ ബൈ ഡേ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളുടെ കുട്ടികൾ ഏത് കാറ്റഗറി വരും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തു പറയുന്നത് ഇനിയുള്ള അടുത്ത താഴെ കാറ്റഗറിയാണ്. ചിലർക്ക് മടി ഉണ്ടാവാം. ഓക്കെ, മടിയുള്ള കുട്ടികൾ എന്തുവാ, ഉഴപ്പി നടക്കുന്ന കുട്ടികളാണ് കൂടുതലും. നമ്മുടെ സമൂഹത്തിൽ കൂടുതലും ഉഴപ്പി നടക്കുന്ന കുട്ടികളാണ്. ഇപ്പൊ നമ്മൾ ഉഴപ്പി നടക്കുന്ന കുട്ടികൾക്ക് എന്താ പ്രശ്നം എന്ന് പറ്റുന്നത്, അവർ ശരിക്കും പഠിക്കാത്തതുകൊണ്ടാണ് അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തത്. അല്ലാതെ അവർക്ക് ബുദ്ധിക്ക് പ്രശ്നമുണ്ടായിട്ട് ഒന്നുമല്ല. കാരണം ഞാൻ ട്യൂഷൻ എടുക്കുന്ന 2 പേരുണ്ടായിരുന്നു. അപ്പൊ അതിൽ 2 പേരും വെച്ചാൽ ഒരാൾക്ക് മെമ്മറിയിൽ പെട്ടെന്ന് ഓർമ്മ നിൽക്കത്തില്ല, മറന്നു പോകും. അപ്പം എത്ര വലിയ വലിയ ആൻസേഴ്സ് നമ്മൾ പഠിക്കാൻ കൊടുത്താലും അത് മെമ്മറിയിലോട്ട് കയറത്തില്ല. അത് അവന്റെ മിസ്റ്റേക്ക് അല്ല, അവൻ അങ്ങനെയാണ്. അപ്പൊ അവന്റെ കപ്പാസിറ്റി കുറവാണ്. അപ്പം അവന്റെ കൂടെ വരുന്നത് 2 ബ്രദേഴ്സ് ആണ്. സോ അപ്പൊ അവന്റെ കൂടെ വരുന്നത് കുറച്ച് നമ്മൾ ഒരു വർഷം പറഞ്ഞാൽ തന്നെ അവന് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ അവന് മടി കാരണം അവൻ അത് ചെയ്യത്തില്ല. അവൻ ഇങ്ങനെ കളിച്ച് ഇങ്ങനെ നടക്കും. അപ്പൊ 2 കാറ്റഗറി പെട്ട സ്റ്റുഡന്റ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുവാ, ഒരാൾക്ക് പറ്റുമെങ്കിൽ അവരത് ശ്രമിക്കുന്നില്ല, ഒരാൾക്ക് ശ്രമിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കത് പറ്റുന്നില്ല. അപ്പൊ നമ്മള് നല്ല പറ്റുന്നില്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഓരോരുത്തരുടെ കപ്പാസിറ്റി അറിഞ്ഞാൽ നമുക്ക് അവർക്ക് പഠിക്കാനായിട്ടും കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ടീച്ചർമാർ തന്നെ ഇപ്പൊ സ്കൂളിൽ ക്ലാസ്സിൽ ടീച്ചർമാരുണ്ടെങ്കിൽ ടീച്ചർമാർക്ക് എല്ലാ കുട്ടികളെയും ഈക്വലായി തന്നെ ട്രീറ്റ് ചെയ്യണം. അവർക്ക് പല കുട്ടികളെ പല സെക്ഷനിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ട്യൂഷൻ ആവുമ്പോൾ നമുക്ക് ഇപ്പൊ ഒത്തിരി ട്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ വീടുകളിലൊക്കെ പഠിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും കുട്ടിയുടെ കാറ്റഗറി. നമ്മളിപ്പോ ഏത് ട്യൂഷൻ സെന്ററിൽ പോയാലും ടീച്ചർമാർക്ക് അത് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് ഏത് കുട്ടി ഏത് കാറ്റഗറിയാണ്. ഇപ്പൊ വന്ന ഫസ്റ്റ് ഡേ നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവുന്നില്ല.
ഒരു 2 to 3 ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഈ കുട്ടിയുടെ കാറ്റഗറി എന്തോരം ഉണ്ടെന്ന്, ഇത്ര കപ്പാസിറ്റി ഉണ്ടെന്നും നമുക്ക് അതേ രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ട് അതുപോലെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റും. കാരണം വെച്ചാൽ ഇപ്പൊ പെട്ടെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചിലരാണെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. നാളെ ചോദിച്ചാൽ എപ്പോ ചോദിച്ചാലും അവരത് പറയും. ഇത് ഓർമ്മയുണ്ടാവും എന്നൊക്കെ ഉള്ളത്. ചിലർക്ക് മറവി രോഗമുണ്ട്. അതിപ്പോ നമ്മൾ അങ്ങനെയല്ല. ഓരോ മെമ്മറീസിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടും കാര്യമില്ല എന്നല്ല. നമ്മൾ പഠിക്കേണ്ടത് പഠിക്കണം. കഷ്ടപ്പെട്ടായാലും പഠിക്കണം. ഇപ്പൊ ഇമ്പോർട്ടന്റ് ഇപ്പൊ ടീച്ചർ പറയാ ക്ലാസ്സിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നോക്കി വെച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മളത് കഷ്ടപ്പെട്ടിരുന്നാലും പഠിക്കണം. നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം. നമുക്ക് വേണ്ട കാര്യങ്ങൾ പഠിക്കും. ചിലവര് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ആയിരിക്കും കൂടുതൽ പഠിക്കുക. നമ്മൾ ആവശ്യമില്ലാത്തത് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ളതും വേണ്ടതും ഒക്കെ നമ്മൾ നീറ്റായിട്ട് പഠിക്കണം. നമ്മൾ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞ് പഠിക്കുന്നത് നിങ്ങൾക്ക് പറ്റത്തില്ല എങ്കിൽ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് എഴുതി പഠിക്കാം. അതായത് നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്ക് എടുക്കുക. നിങ്ങൾക്ക് ഏത് വരിയാണോ ഉള്ളത് അത് എഴുതി പഠിക്കുക. എഴുതി പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മെമ്മറിയിലോട്ട് കയറാനുള്ള ചാൻസ്, നമ്മൾ എഴുതി പറഞ്ഞു പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വായിച്ച് മെമ്മറിയിൽ ഫീഡ് ആവും. നമ്മുടെ ബ്രെയിൻ വെച്ചാൽ നമ്മൾ എന്നും ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് തന്നെ അത് മെമ്മറിയിലോട്ട് ഫീഡ് ആവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ എഴുതി പഠിക്കുക എന്നുള്ളത്. ഓക്കെ, നമ്മൾ എഴുതി പഠിക്കുമ്പോൾ നമുക്ക് അതിന് പെട്ടെന്ന് മനസ്സിലാവാറുണ്ട്. ചിലവർ എഴുതി പഠിക്കുന്ന കുട്ടികളും ഉണ്ട്. ഓക്കെ, ഇപ്പൊ വായിച്ചു പഠിക്കാൻ മടിയുണ്ട്, അവർ എഴുതി പഠിക്കാറുമുണ്ട്. ഇപ്പൊ വായിച്ചു പഠിക്കുക വെച്ചാൽ നമ്മൾ നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും നല്ലതാണ്. ഓർത്ത് നടന്ന് പഠിക്കാറുണ്ട്, ഇരുന്ന് പഠിക്കാറുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ആൻസർ നമ്മൾ എടുക്കുകയാണ്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ ആൻസർ എടുക്കുകയാണ്. അപ്പൊ ആൻസർ എടുത്ത് അതിന്റെ 10 പ്രാവശ്യം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അടുത്ത സെന്റൻസ് എടുക്കുക. ഇപ്പൊ നമുക്ക് വലിയ ആൻസേഴ്സ് ഒക്കെ എങ്ങനെ പഠിക്കണം എന്നുള്ള ടിപ്പാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഒത്തിരി ചില കുട്ടികളുണ്ട് ഒത്തിരി വലുതാണെങ്കിൽ അവരെ സ്കിപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ ഇത് പഠിക്കണോ, ഇത് ഒത്തിരി വലുതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ടിപ്പാണ് ഞാൻ ഇവിടെ നിങ്ങൾക്കും പറയാൻ പോകുന്നത്. വലിയ ആൻസർ ആണെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ലൈൻ, അതായത് ഒരു പാരഗ്രാഫിന്റെ ലൈൻ പഠിക്കുക, അത് 10 പ്രാവശ്യം പറയുക. എന്നിട്ട് അടുത്ത ലൈൻ പഠിക്കുക, അത് 10 പ്രാവശ്യം പറയുക. എന്നിട്ട് ആദ്യത്തേത് രണ്ടാമത്തേതും കൂടെ പഠിക്കുക. എന്നിട്ട് മൂന്നാമത്തെ പഠിക്കുക, പിന്നെ 1, 2, 3 അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഒറ്റയടിക്ക് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നമുക്ക് ഏത് സബ്ജക്റ്റ് ആയാലും ശരി, എത്ര സബ്ജക്റ്റ് ആയാലും ശരി, എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, നമ്മൾ ഈസി മെത്തേഡ് ട്രൈ ചെയ്യുക. ഒരിക്കലും നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ട് രീതിയിൽ പഠിക്കാൻ ശ്രമിക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, എത്ര പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, എങ്കിൽ നിങ്ങൾ ആലോചിക്കണം എന്തുകൊണ്ടാണ് എനിക്കിത് മനസ്സിലാവാത്തത് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ആ രീതിയിൽ പഠിക്കണം. നമ്മളിപ്പോ ഇത് മനസ്സിലാവുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ആരും നമുക്ക് വന്ന് ഫീഡ് ചെയ്ത് തരത്തുള്ളൂ. നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ഫീഡ് ചെയ്ത് പഠിച്ചാലേ ഉള്ളൂ റിസൾട്ട് വന്നു. ഇപ്പൊ നമ്മൾ എക്സാമിന് ഓരോരുത്തരുണ്ട് ഇങ്ങനെ കോപ്പി അടിച്ച് മാർക്ക് മേടിക്കുക, അതിലൊന്നും വലിയ കാര്യമില്ല. നിങ്ങൾ കോപ്പി അടിക്കുന്നത് തെറ്റാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കുട്ടികൾക്കൊന്നും കോപ്പി അടിക്കുന്നത് കണ്ടാൽ തന്നെ ഞാൻ വഴക്ക് പറയാറുണ്ട്. ഞാൻ ആരെയും അതിൽ പ്രോത്സാഹിപ്പിക്കത്തേയില്ല കോപ്പി അടിക്കുന്നത്. അത് വളരെ തെറ്റാണ്. നമ്മൾ സ്വന്തമായിട്ട് എഴുതി പഠിച്ച് ഭാവിയിൽ ഇപ്പൊ നമുക്ക് കുട്ടികളായിരുന്നു നിങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നില്ല. ഭാവിയിൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓ ഞാൻ അന്ന് എത്ര കഷ്ടപ്പെട്ടു, ടീച്ചറിനെ എത്ര വഴക്ക് പറഞ്ഞു, എന്താ മാർക്ക് നല്ല മാർക്ക് മേടിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നാറുണ്ട്. ഭാവിയിൽ നമുക്കത് തോന്നാം. ഇപ്പൊ നമുക്കത് തോന്നത്തില്ല. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മൾ കുട്ടികളാണ്. കുട്ടികൾക്കത് ഓ എന്തിനാ പഠിക്കുന്നതെന്നുള്ള തോന്നലാണ് പല കുട്ടികൾക്കും. ട്യൂഷൻ വന്നിട്ടൊക്കെ പലരും ഇങ്ങനെ, ഓ ഞാൻ ഇംഗ്ലീഷ് എന്തിനാ പഠിക്കുന്നത്, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വയ്യ, അല്ലെങ്കിൽ എനിക്ക് മലയാളം പഠിക്കാൻ വയ്യ എന്നൊക്കെ വരുന്ന കുട്ടികളാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവരെ നല്ല രീതിയിൽ നമ്മൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അവരെ മടി മാറ്റിയെടുക്കാൻ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നമ്മൾ വലിയ പാരഗ്രാഫ് ആയാലും അത് ഓരോന്നോരോന്നായിട്ട് കുറച്ച് ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് വരുന്ന കുട്ടികളോട് അവര് പറയും ടീച്ചർ ഇത് മുഴുവനും പറഞ്ഞു കേൾപ്പിക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അവർക്ക് പറ്റത്തില്ലെങ്കിൽ ഞാൻ പറയും കുറച്ചായിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയും. കാരണം ചില കുട്ടികൾക്ക് കുറച്ച് പഠിച്ചാലും പിന്നീട് ചോദിക്കുമ്പോൾ അവർക്ക് അത് ഓർമ്മ കാണും. ചിലർക്ക് അത് ഓർമ്മ കാണത്തില്ല, പിന്നെയും പഠിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ അത് കുട്ടികളുടെ ആ ഒരു നേച്ചറാണ്. പിന്നെ എനിക്കൊരു കാര്യം എടുത്തു പറയാനുള്ളത് പേരൻസിനോടാണ്. അതായത് പേരൻസ് ഇങ്ങനെ കമ്പാരിസൺ ചെയ്യുക. ഇനി ആ വീട്ടിലെ കുട്ടിയെ കണ്ടോ, അവരെത്രത്തോളം മാർക്കാണ് മേടിക്കുന്നത്, നിനക്ക് എന്താ അങ്ങനെ മേടിച്ചാലും പറഞ്ഞ് കമ്പാരിസൺ ചെയ്യുക. അല്ലെങ്കിൽ നിന്റെ എക്സാം റിസൾട്ട് കിട്ടട്ടെ എന്നിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പേരൻസും നമ്മുടെ ചുറ്റിനും ഉണ്ട്. പക്ഷെ എനിക്ക് എടുത്തു പറയാനുള്ളത് ഞാൻ സത്യമായിട്ട് പേരൻസിനോട് പറയാന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനത്തെ ഒരു വാശിയോ അല്ലെങ്കിൽ ഈഗോ കോംപ്ലക്സോ ഒന്നും വെച്ചിട്ട് കാര്യമില്ല. കുട്ടികളുടെ കപ്പാസിറ്റി നോക്കിയിട്ട് വേണം നിൽക്കാനായിട്ട്. അപ്പൊ അടുത്ത കുട്ടി നല്ല മാർക്ക് മേടിച്ചു നമ്മുടെ മോന് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മോന്റെ കപ്പാസിറ്റി, മോനോ മോളോ ആയിക്കോട്ടെ, മക്കളുടെ കപ്പാസിറ്റി എത്രയാണ് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ ആ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. നമ്മള് പേരൻസ് ആ രീതിയിൽ ചിന്തിക്കാനേ പാടില്ല. അത് വളരെ തെറ്റാണ്. കുട്ടികൾ തന്റെ കുട്ടി എത്ര പഠിക്കുമോ അവൻ അത്രയും പഠിച്ചാൽ മതി. അവൻ അത്ര കപ്പാസിറ്റി ഉള്ളൂ. ഇനിയിപ്പോ മറ്റുള്ളവരെ കളിയാക്കുമോ അവരെന്തോ പറയുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കാര്യമില്ല. എന്റെ കുട്ടിക്ക് അത്രേ ഉള്ളൂ. നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ
ആ കുട്ടി അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് കുട്ടിയുടെ മനസ്സിലും വേദനയുണ്ടാവും. അമ്മ മാർക്സ് മേടിച്ചില്ലെങ്കിൽ വീട്ടിൽ പ്രശ്നമുണ്ടാവും. ഞാൻ എന്താ ചെയ്യാന്നുള്ളത് കുട്ടികൾക്കും ആ ഒരു രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. കുട്ടി നല്ല മാർക്ക് മേടിക്കണം എന്നല്ല. ഓരോ കുട്ടിയുടെ കപ്പാസിറ്റി ഉണ്ട്. അവർ അതനുസരിച്ചിട്ട് മേടിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 2 ബ്രദേഴ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അതില് വന്ന ഒരു കുട്ടിയുടെ അമ്മ, രണ്ടും വേറെയാണ്, ചേച്ചിയുടെ അനിയത്തിയുടെ മക്കളാണ്. അപ്പം ഒരു കുട്ടീന്റെ ഇങ്ങനെ വരുമ്പത്തേക്ക് അതിന്റെ അമ്മ പറയാ, "ഹലോ, ഇവന് ഇത്രയും ചെറിയ ചെറിയ ആൻസർ എന്നോട് പറയുന്നതാണ്. ചെറിയ ചെറിയ ആൻസർ പഠിപ്പിച്ചാൽ മതി, ഇവന് അത്രേ മനസ്സിലാവത്തുള്ളൂ എന്നുള്ളത്." എന്നുവെച്ചാൽ അവന്റെ അമ്മയ്ക്ക് അറിയാം അവൻ ഇത്രയും മാത്രമേ പഠിക്കത്തുള്ളൂ എന്നുള്ളത്. അപ്പൊ അത് അവര് ഇവിടെ വന്ന് പറയും, ട്യൂഷന്റെ സ്ഥലത്തും വന്ന് പറയും, ഇവന് ഇത്രയും കപ്പാസിറ്റി ഉള്ളത്. സോ അത് അമ്മമാര് അത് മനസ്സിലാക്കുന്നുണ്ട്, വളരെ നല്ല കാര്യമാണ്. അമ്മമാർ നല്ല രീതിയിൽ അത് മനസ്സിലാക്കി വെക്കുന്നുണ്ട്, എന്റെ കുട്ടിക്ക് ഇത്രേ പറ്റുന്നുള്ളൂ എന്നുള്ളത്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പൊ മറ്റേ കുട്ടിയുടെ അമ്മ വന്നിട്ട് പറയും, ഇവൻ ഒഴപ്പനാണ്, പഠിക്കുന്നില്ലാന്ന്. കാരണം വെച്ചാൽ അവൻ നേരത്തെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്നതാണ്. പിറ്റേന്ന് ഉഴപ്പ് വരുമ്പോ വീട്ടുകാർക്ക് തന്നെ സംശയമായിരിക്കും, ഇവൻ എന്താ ഇങ്ങനെ. ഒരിക്കലും പഠിക്കാത്ത കുട്ടി, ഇപ്പൊ ചില കുട്ടികളുണ്ട് മടി കാണിച്ച് ഉഴപ്പില്ലാന്നൊക്കെ പിന്നീട് നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളുമുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് നല്ല രീതിയിൽ പഠിക്കാൻ, മുന്നോട്ട് മാർക്ക് മേടിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അത് മടി കൊണ്ടാണ്. പഠിക്കാനുള്ള മടി കൊണ്ട് നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ മെമ്മറിയിലെ പ്രശ്നം വേറെയുണ്ട്. പക്ഷെ അല്ലാതെ നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ, ജീവിതത്തിൽ കഷ്ടപ്പെട്ടാൽ നമുക്ക് മുന്നേറാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് നമുക്ക് നല്ല മാർക്ക് മേടിക്കാനെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ എനിക്ക് നിങ്ങളോട് എടുത്തു പറയാനുണ്ട്, അതായത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് അവസാനം പറയാമെന്ന്. അതെന്താന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര ടഫുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നത്, തീരെ പറ്റത്തില്ല, എനിക്ക് വയ്യ എന്നൊക്കെ തോന്നുന്ന ഒരു സബ്ജക്ട്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ, അതായത് വെളുപ്പിനെ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വെളുപ്പിനെ 4 മണിക്കോ 5 മണിക്കോ ഒക്കെ അലാറം വെച്ച് എണീക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടാവത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ, മൈൻഡ് ഫ്രീ ആണ്, ഫ്രഷ് ആണ്, നിങ്ങൾക്ക് വേറെ ചിന്തകളൊന്നും വരത്തില്ല. അപ്പൊ ഫ്രഷ് മൈൻഡിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ബുക്ക് എടുത്തിട്ട് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ, മക്കളെ ഞാൻ സത്യമായിട്ടും പറയാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കും. അത് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. കാരണം ഞാനും ആ വെളുപ്പിനെയൊക്കെ എണീറ്റിരുന്ന് ഞാനും പഠിക്കാറുണ്ടായിരുന്നു. അപ്പം നമുക്ക് പഠിക്കാൻ പറ്റാത്ത കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞത്. നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും പറയത്തില്ല. അപ്പൊ നിങ്ങൾ ആ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെളുപ്പിനെ എണീക്കുക എന്നുള്ള ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റും. എത്ര കഷ്ടപ്പെട്ടാലും വെളുപ്പാങ്കാലത്ത് നമ്മുടെ ചുറ്റും ഒരു ശബ്ദങ്ങളും ഉണ്ടാവത്തില്ല. നമുക്ക് ഫുള്ള് സൈലന്റ് ആയിരിക്കും. ആ സമയത്ത് ഇരുന്ന് പഠിക്കുക. പിന്നെ എനിക്കൊരു കാര്യം പറയാം, ചില കുട്ടികളൊക്കെ ഉണ്ട് ഇങ്ങനെ ഉറക്കെ വായിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഉറക്കെ വായിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഉറക്കെ വായിച്ച് പഠിക്കുന്നതാണ് എന്തുകൊണ്ടും നമുക്ക് നല്ലത്. നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നത് നമുക്ക് ഉറക്കെ വായിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങള് ആ രീതിയിലും കൂടി ശ്രമിച്ചു നോക്കുക. നല്ല രീതിയിൽ ഉറക്കെ വായിക്കുക. ഓക്കെ. ഇപ്പൊ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവുന്നല്ല. നമ്മൾ ഉറക്കെ വായിച്ച് പഠിച്ച് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അങ്ങനെ പഠിക്കും. ഞാനും ഏകദേശം ഉറക്കെ വായിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. എനിക്ക് നടന്നുകൊണ്ട് പഠിക്കുന്നതും ഉറക്കെ വായിക്കുന്നതൊക്കെ എനിക്കിഷ്ടം. എനിക്ക് ഇരുന്നുകൊണ്ട് പഠിച്ചാൽ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഞാൻ എപ്പോഴും നടന്നിട്ടൊക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊക്കെ, ഞാൻ റൂമിൽ നടന്നിട്ടൊക്കെ ഞാൻ പഠിക്കാറ്. അപ്പം അതുപോലെ നിങ്ങൾക്കും ആവാം. നിങ്ങൾ ആ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട്, എന്റെ പൊന്നുമക്കളെ ഞാൻ കാര്യമായിട്ട് പറയാണ്, വെളുപ്പാങ്കാലത്ത് എണീറ്റ് പഠിക്കുന്നത് അത്രത്തോളം നല്ലൊരു കാര്യമാണ്. മടി വിചാരിക്കണം. ആദ്യമൊക്കെ നമുക്ക് എണീക്കാൻ ഭയങ്കര മടിയായിരിക്കും. അത് ശീലിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ചില കുട്ടികൾ രാത്രി 10 മണി 11 മണി 12 മണി വരെ ഇരുന്ന് പഠിക്കും. എന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നേരത്തെ കിടന്നിട്ട് രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് ചോയ്സ്. അപ്പൊ നിങ്ങൾ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് മേടിക്കാൻ പറ്റും. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാ, നിങ്ങൾ ഇത് യൂസ് ചെയ്ത് വെച്ചോളാം. ഓക്കെ. നിങ്ങൾക്ക് തന്നെ നല്ലൊരു കാര്യമാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ടോപ്പിക്കാണ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. എന്നാലും നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മോട്ടിവേഷന്റെ ടോപ്പുകളും അവയർനെസിന്റെ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കുറഞ്ഞു വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം എന്നോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ ഉണ്ട്, ആരുടെയും പറയാൻ പറ്റുന്നില്ല, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നോട് പറയാം. എനിക്ക് അതിന് വിശ്വാസം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നോട് പറയാം. ഞാനത് അതിന്റെ രീതിയിലുള്ള സൊല്യൂഷൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും, സി യു.